ഹലോ, അസ്സാം വലൈക്കും. ചെത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ബൃഹത്തായ ആഘോഷ പരിപാടികളാണ് സ്കൂളുകളിൽ ഈ വർഷം വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു പ്ലാനും അവർ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ 7 ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ ഒരു പ്ലാനിലുണ്ട്. അതുപ്രകാരം 1-ാം ദിവസം TLM ഡേ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ഡേയും, 2-ാം ദിവസം FLN ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഡേ ആയിട്ടും, 3-ാം ദിവസം സ്പോർട്സ് ഡേയും, 4-ാം ദിവസം കൾച്ചറൽ ഡേ ആയിട്ടുമാണ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 5-ാം ദിവസം സ്കില്ലിംഗ് ആൻഡ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഡേ ആയിട്ടും, 6-ാം ദിവസം എക്കോ ക്ലബ് ഫോർ മിഷൻ ലൈഫ് ബാർ സ്കൂൾ ന്യൂട്രീഷൻ ഡേ ആയിട്ടും, 7-ാം ദിവസം അതായത് അവസാനത്തെ ദിവസം കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഡേ ആയിട്ടും ആഘോഷിക്കുവാനാണ് അവരുടെ പ്ലാൻ പ്രകാരം നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 4-ാം ദിവസത്തെ കൾച്ചറൽ ഡേയിൽ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ ഒരു ഹാൾ ഉൾപ്പെടെ 5 ഹാളുകളാണ് നമ്മൾ ഇതിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹരിയാന, പഞ്ചാബ്, കാശ്മീർ, ഗുജറാത്ത് എന്നിങ്ങനെ 5 ഹാളുകളാണ് നമ്മൾ ഇതിനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ പോലെ വാടകയ്ക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്ന സംവിധാനം നമ്മുടെ ഈ ഒരു ദ്വീപിൽ കുറവാണ്. മറ്റ് ദ്വീപുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ആ ഒരു സ്റ്റേറ്റ്സിന് വേണ്ട കോസ്റ്റ്യൂമൊക്കെയും അതേപോലെ തന്നെ ഫുഡും അവർ കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിൽ ഈ ഒരു ദിവസം വളരെ രസകരമായി തന്നെ വളരെ മനോഹരമാക്കി നമ്മുടെ കുട്ടികൾ തന്നിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞു കുട്ടികളെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ രസമാണ്. കാരണം ഇങ്ങനൊരു പ്രോഗ്രാമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ പഴയ കാലത്തെ ഡ്രസ്സുകളൊക്കെയും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ മോഡേൺ ഡ്രസ്സിലാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ യൂണിഫോമിലായിരിക്കും. ഇപ്പോൾ യൂണിഫോം അല്ലാതെ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് കുട്ടികൾ വരുന്നത് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിരുന്നു. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഹാളിൽ നമ്മളെ കുട്ടികളൊരു കുഞ്ഞു പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പൂക്കളമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഫ്ലവറൊക്കെ കിട്ടുന്ന ഷോപ്പുകളും നമ്മളിവിടെ ഇല്ല. അപ്പോൾ ചുറ്റുപാടിൽ കിട്ടുന്ന കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ അത്രയും മനോഹരമായ രീതിയിൽ ആ ഒരു പൂക്കളം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞു സദ്യയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബി ടീച്ചറും ഫൗസിയ ടീച്ചറും. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഓരോരോ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ചന്തമായിരുന്നു. അപ്പോൾ അവിടെ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ അവർ അങ്ങനെ വിശ്രമിക്കുകയാണ്. നമ്മൾ ലൈബ്രറിയിലാണ് അവരെ വിശ്രമിക്കാൻ വേണ്ടി ഇരുത്തിയിരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടത് ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ ഇടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഹാളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മെയിനായിട്ട് ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ ചെറിയ കുട്ടികളാണ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ സെറ്റായി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല അടിപൊളിയായിട്ട് മികച്ച രീതിയിൽ നടത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന കുറച്ച് പേരാണ് ഈ നിൽക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ്. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ ആ ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ പഞ്ചാബിൻ്റെ ഹാളിലാണ്. പഞ്ചാബ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് അവർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ പാരൻസ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അവിടെ നിന്ന് ചുറ്റിയിട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും കുഞ്ഞു കുട്ടികളായിരുന്നു അവിടെ അധികവും നമ്മുടെ ദ്വീപിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് നിൽക്കുന്നത്. ദഫ് കളിക്കുന്നവരുണ്ട്, പിന്നെ ലിബസൊക്കെ ഇട്ട് നിൽക്കുന്നവർ, ബണ്ടിയ കളിക്കുന്നവരാണ്. അവർ വളരെ ചെറിയ കുട്ടികളായതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സിനെ അവിടെ നിങ്ങൾക്ക് കാണുന്നത്. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവിടെ എത്തണം. പിന്നെ ഇത് മിനിക്കോയുടെ ട്രഡീഷണൽ ഒരു ഡാൻസാണ് ലവ ഡാൻസ് എന്ന് പറയുന്നത്. അത് ഒരാൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിക്ക് ഉണർത്തുന്ന ഒരു പലഹാരമാണ്. നമ്മളിവിടെ പാമ്പപ്പം, ബലിച്ചപ്പം അങ്ങനെയൊക്കെ പറയും. മെയിനായിട്ട് പാമ്പപ്പം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ അവിടെ നമ്മളെ പഴയ കാലത്ത് ഉമ്മമാരുടെ വേഷം കെട്ടി കുറച്ച് കുട്ടികളെ എഴുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. ഇവരിങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. കാരണം പഴയ കാലത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ വല്ല പരിപാടികളും വരുമ്പോഴേ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിലെ നല്ല അടിപൊളിയായിട്ടുള്ള രുചികരമായ ഫുഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെയെന്ന് പറയാം. വലിയൊരു ഫെസ്റ്റിവൽ അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു.
പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കയറിയിട്ടാണ് ഞാനിവിടെ ഒന്ന് വീഡിയോ എടുത്തത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ, കാരണം അത്ര തിരക്കാണ്. കാരണം ഇത് പൈസയൊക്കെ അവർ വിൽക്കുന്നുമുണ്ട്, സെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ മിനിക്കോയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും, പിന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ ട്രഡീഷണൽ ഫുഡിനേക്കാളും കൂടുതൽ ഇഷ്ടം അവർക്ക് എപ്പോഴും എന്താണ്, ഇപ്പോൾ സാധാരണ എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ ആൾക്കാരില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു, അധികം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സും നമ്മുടെ കുട്ടികളവിടെ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മേടിച്ച് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിരുന്നു. പിന്നെ അതിനിടയിൽ എനിക്ക് മേടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ എല്ലാം വളരെ അടിപൊളിയായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ പരിപാടികൾ അവിടെ അവസാനിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫുഡ് അവർ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിക്കോ ഈ ഡ്രസ്സും നമ്മുടെ ലക്ഷദ്വീപിലെ ട്രഡീഷണൽ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കുട്ടികൾ. പിന്നെ നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ്, അവരെയും ഒക്കെ കണ്ടു. പിന്നെ നമ്മുടെ സ്കൂൾ ലീഡറുടെ അമ്മയാണ് ഞാൻ കാണിച്ചിട്ടുള്ള ആൾ. അപ്പോൾ ഇതാ ഈ നിൽക്കുന്ന ആളാണ്, എൻ്റെ കൂടെ ഈ നിൽക്കുന്ന ആളാണ് സ്കൂൾ ലീഡറുടെ അമ്മ, ഇവിടുത്തെ ഒരു പൗരപ്രമുഖ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ സമയം അവിടെ നിന്നപ്പോൾ തന്നെ അവർക്ക് മുഷിയാൻ തുടങ്ങി. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി കാണിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ വീക്ഷണം എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീക്ഷണം അല്ല, ഇത് മോഡേൺ ആയിട്ടുള്ള ഒരു വീക്ഷണമാണ്. സാധാരണ നമ്മൾ വീക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈർക്കിലും ഉണക്കിയിട്ട് അതിനെ ചുറ്റി അങ്ങനെയാണിത് ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്നത്. അതിൻ്റെ സൈഡിൽ റിബണൊക്കെ വെച്ച് നമ്മൾ കെട്ടി മനോഹരമാക്കും. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു സാഹചര്യമില്ലാതെ ഇവിടെ ഇല്ല. ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ പോയാൽ ആ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ആളിവിടെ സ്റ്റേജിന്മേൽ കയറി ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഡയറക്റ്റായിട്ട് ഞാനിത് വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അവൾ ചിലപ്പോൾ കളിക്കില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സ്കൂളിലെ ആ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ അവസാനിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് കറങ്ങാനിറങ്ങി. ഞാനും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഇവിടെ, അവരും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പുണ്ടായിരുന്നു, ഞാനത് ചവിട്ടിയിട്ട് വീഴാൻ പോയി, പക്ഷേ വീണില്ല, ഭാഗ്യം. അങ്ങനെ ഇവിടെ 2-3 പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുക്കളെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, ആ പശുക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ ആ ഭാഗത്തോട്ട് ചെന്നപ്പോൾ. അതുകൊണ്ട് തന്നെ അവരെ വീഡിയോ എടുക്കാൻ ഞാൻ ചെന്നില്ല. പിന്നെ കാരണം വല്ല കുത്തും കിട്ടിയാലോ, അപ്പോൾ പിന്നെ അവിടെ കിടക്കേണ്ടി വരും. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ വണ്ടി നിർത്തിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയത്. കുറച്ച് തെക്ക് പോകുമ്പോൾ കുറച്ച് പടിഞ്ഞാറായിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടത്. അപ്പോൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതല്ലേ കൈത എന്ന് പറയുന്ന ഒരു ചെടിയാണ്, നാട്ടു കൈത എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഒറ്റ കായും അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നോക്കി ആരും വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല, തനിയെ മുളച്ചതാണ് ഈ ഒരു പുല്ലൊക്കെ. കൈതയിൽ കായൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറേ നോക്കി, പക്ഷേ കണ്ടില്ല. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നടന്നു. ഭയങ്കര രസമാണ്, അവിടെ ഇരിക്കാനൊക്കെ തോന്നി. പക്ഷേ ഈ പശുവിനെ കെട്ടിയത് കൊണ്ടായിരിക്കാം കുറച്ച് ചാണകമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ആടും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ആടിനെയും പശുവിനെയും ഒക്കെ മേയ്ക്കാൻ വിടുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു ചെടി കണ്ടത്. എന്ത് ചെടിയാണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഇല നമ്മൾ മണത്ത് നോക്കിയപ്പോൾ ചെറുനാരങ്ങയുടെ ഇലയുടെ ആ ഒരു മണമാണ് ഇതിൽ നിന്ന് നമുക്ക് മണത്തത്. അപ്പോൾ സുഹറ പറയുന്നത് ചിലപ്പോൾ അത് കാട്ടുനാരകമായിരിക്കും, പക്ഷേ അതിൽ കായൊന്നും നമ്മൾ കണ്ടില്ല. മണത്ത് നോക്കിയപ്പോൾ ചെറുനാരകത്തിൻ്റെ ഇലയാണ് മണത്തത്. അതിനുശേഷം നമ്മൾ ഹെലിപ്പാഡ് ഭാഗത്ത് വന്നപ്പോൾ റജക്കുട്ടൻ ദാ ഇവിടെ സ്കേറ്റിംഗ് ബോർഡിൽ അവൻ്റെ കസർത്ത് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മിടുക്കനാണ് അതൊക്കെ ഓടാൻ. പിന്നെ സൈബ കുറച്ച് പിണക്കത്തിലായിരുന്നു, കാരണം അവൾക്ക് സ്കേറ്റിംഗ് ബോർഡ് ഓടാനൊന്നും അറിയില്ല. പിന്നെ അവൾക്കൊരു ഷൂ തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ സമാധാനിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.